മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 നവംബർ 5 ബുധൻ. 2020 ഫെബ്രുവരിയിലെ ഡൽഹി കലാപം സംഘപരിവാറിൻ്റെ ഏകപക്ഷീയമായ ഒരു വംശീയ ഉന്മൂലനമായിരുന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇരകൾ പ്രതികളാക്കപ്പെട്ട് ജയിലടികൾക്കുള്ളിൽ കഴിയുമ്പോൾ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയവർ ഭരണസിരാ കേന്ദ്രങ്ങളിലടക്കം വിരാജിക്കുന്നു. നാടിൻ്റെ ഒരുമയ്ക്കും ഭരണഘടനയുടെ അന്തസ്സിനും വേണ്ടി വാദിച്ച ചെറുപ്പക്കാർ കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നത് ഇനിയും എത്രനാൾ തുടരുമെന്ന് മാധ്യമം എഡിറ്റോറിയൽ ചോദിക്കുന്നു. നീതിക്കായി അവർ ഇനി എത്രനാൾ കാത്തിരിക്കണം? പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് പിന്നാലെ 2020 ഫെബ്രുവരി 23 വടക്ക് കിഴക്കൻ ഡൽഹിയിൽ 53 പേരുടെ മരണത്തിനിടയാക്കി വംശീയ ആക്രമണത്തെ മാധ്യമങ്ങളിലും നിയമവ്യവഹാരങ്ങളിലുമെല്ലാം വിശേഷിപ്പിക്കാറുള്ളത് ഡൽഹി കലാപം എന്നാണ്. രാജ്യത്ത് പൗരത്വ സമരം അതിൻ്റെ മൂർധന്യതയിലെത്തി നിൽക്കുകയും ജനാധിപത്യ സമൂഹം മുഴുവൻ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തപ്പോഴാണ് ഗോലി മാരോ സാലോം കോ എന്ന ആക്രോശാഹ്വാനത്തോടെ സംഘപരിവാരം വംശീയ ആക്രമണത്തിന് കോപ്പുകൂട്ടിയത്. ഭരണവർഗത്തിൻ്റെ പരോക്ഷ പിന്തുണയിൽ നടന്ന ആ ആസൂത്രിത നീക്കം വിജയം കണ്ടു. കോവിഡ് ലോക്ക്ഡൗണിൻ്റെ കൂടി മറവിൽ പൗരത്വ സമരത്തെ അടിച്ചമർത്താൻ അതിലൂടെ സാധിച്ചു. ഏകപക്ഷീയമായൊരു വംശീയ ആക്രമണമായിരുന്നു അത് എന്ന് അന്നേ വ്യക്തമായതാണ്. പക്ഷേ കലാപാനന്തരം പിടികൂടപ്പെട്ടവരും പ്രതിചേർക്കപ്പെട്ടവരുമെല്ലാം ഇരകൾക്കൊപ്പം നിലയുറപ്പിച്ചവരും പൗരത്വ സമരത്തിൻ്റെ മുൻനിരയിലുള്ളവരുമൊക്കെയായിരുന്നു. അന്ന് തടവിലാക്കപ്പെട്ട പൗരത്വ സമര നേതാക്കളും ആക്ടിവിസ്റ്റുകളുമെല്ലാം ഇപ്പോഴും അഴിക്കുള്ളിൽ തന്നെയാണ്. നിയമത്തിൻ്റെ സങ്കീർണതകളെ ഭരണകൂടം ബോധപൂർവം ഉപയോഗപ്പെടുത്തിയപ്പോൾ ആ സാമൂഹിക പ്രവർത്തകർക്ക് നഷ്ടമായത് വിലപ്പെട്ട 5 വർഷമാണ്. ജാമ്യത്തിനായി അവരിപ്പോൾ പരമോന്നത നീതിപീഠത്തിൻ്റെ മുന്നിലെത്തിയിട്ട് ആഴ്ചകളായി. അവിടെയും കാത്തുകെട്ടി കിടക്കാനാണ് അവർക്ക് വിധി എന്നാണ് കഴിഞ്ഞ ദിവസത്തേതടക്കമുള്ള കോടതി നടപടികൾ വ്യക്തമാക്കുന്നത്. 5 വർഷത്തിലധികമായി വിചാരണയില്ലാതെ ജയിലിൽ കഴിയുകയായിരുന്ന ഷർജിൽ ഇമാം, ഉമർ ഖാലിദ്, ഖുൽഫിഷ ഫാത്തിമ, ഖാലിദ് സൈഫി, അത്തർ ഖാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷിഫ ഉർ റഹ്മാൻ, മീരാൻ ഹൈദർ, അബ്ദുൽ ഖാലിദ്, ഷദാബ് അഹമ്മദ്, തസ്ലീം അഹമ്മദ് എന്നിവർക്ക് ജാമ്യം നിഷേധിച്ച് ഡൽഹി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 2 ഡൽഹി സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് 2022 ഏപ്രിൽ 22 ഹൈക്കോടതിയിലെത്തിയ കേസാണിത് എന്നോർക്കണം. സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് ഡൽഹി പോലീസ് മനഃപൂർവ്വം വൈകിപ്പിച്ചും ജഡ്ജിമാർ പലകുറി കേസിൽ നിന്ന് പിൻവാങ്ങിയുമെല്ലാമാണ് കേവലമായൊരു ജാമ്യ ഹർജി 3.5 വർഷം നീണ്ടുപോയത്. ഒടുവിൽ ജാമ്യം നിഷേധിച്ച് വിധി പുറപ്പെടുവിച്ചപ്പോൾ കോടതി അതിൻ്റെ ന്യായവും വ്യക്തമാക്കി. ദീർഘകാല തടവിൻ്റെയും വിചാരണയിലെ കാലതാമസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജാമ്യം നൽകുന്നത് എല്ലാ കേസുകളിലും സാർവത്രികമായി ബാധകമായ നിയമമല്ല എന്നായിരുന്നു ആ ന്യായം. അഥവാ കാലം എത്ര നീണ്ടുപോയാലും സാങ്കേതികമായ നടപടിക്രമങ്ങൾ പാലിച്ചേ മുന്നോട്ടു പോകൂ എന്ന്. ഇതിനിടയിൽ മനുഷ്യരുടെ നീതി എന്നത് കോടതിക്ക് വിഷയമായില്ല. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ചെറുപ്പക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതാണ്. സെപ്റ്റംബർ 12 ഹർജി ഫയലിൽ സ്വീകരിച്ച നടപടികൾ ഒരാഴ്ചത്തേക്ക് നീട്ടി. തുടർന്ന് കേസ് പരിഗണിച്ചതും നീട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. സെപ്റ്റംബർ 22 കേസ് വീണ്ടും പരിഗണനയിൽ വന്നപ്പോൾ ഡൽഹി പോലീസിനെ കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതിയിലെ അതേ സത്യവാങ്മൂലവുമായി എത്തിയ പോലീസിനെ ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറും NV അഞ്ചാരിയും നിർത്തിപ്പൊരിച്ചുവെങ്കിലും കേസ് പിന്നെയും നീളുക തന്നെയാണ്. ഈ കേസിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോൾ ജാമ്യത്തിനായി കോടതി വരാന്തകളിൽ അലയുന്ന ഒരാൾക്കെതിരെ പോലും ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല എന്നതാണ്. കലാപത്തിന് ആഹ്വാനം നൽകി എന്നാരോപിച്ച് UAPA ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ള ഇവർക്കെതിരെ തെളിവ് ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സമാധാനപരമായി നടന്ന പ്രതിഷേധത്തെ ക്രിമിനൽ കുറ്റമായി പോലീസ് ചിത്രീകരിക്കുകയായിരുന്നു എന്ന് പറയാം. പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകളാണ് കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് പോലീസ് പ്രധാനമായും തെളിവായി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്നും ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ സന്ദേശമയച്ചതായി പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറുവശത്താകട്ടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കലാപത്തിൻ്റെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ആഹ്വാനം ചെയ്തതിൻ്റെ തെളിവുകൾ എമ്പാടുമുണ്ട് താനും. 2020 ജൂൺ 29 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് ഡൽഹി പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വംശീയ ആക്രമണത്തിൽ പങ്കെടുത്തവർ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിച്ച കട്ടർ ഹിന്ദുത്വ ഏകത എന്ന വാട്സപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് വിശദമായി ഉണ്ടായിരുന്നു. ആക്രമണം കൊടുമ്പിരിക്കൊണ്ട ഫെബ്രുവരി 26 രാത്രി 11 അതിൽ വന്നൊരു സന്ദേശം ഇപ്രകാരമായിരുന്നു: 2 മണിക്കൂർ മുമ്പ് ഭഗീരഥി വിഹാറിൽ ഞങ്ങൾ 2 മുല്ലകളെ കൊലപ്പെടുത്തി. ഇങ്ങനെ 9 പേരെ കൊന്ന അഴുക്കുചാലിൽ തള്ളിയതായും തുടർ സന്ദേശങ്ങളിൽ വ്യക്തമാകുന്നു. ആളുകളെ പിടികൂടി പേര്, വിലാസം എന്നിവ ചോദിച്ച് മതം കണ്ടെത്തിയ ശേഷം ജയ് ശ്രീറാം വിളിക്കാൻ നിർബന്ധിക്കുകയും വിസമ്മതിച്ചവരെ മർദ്ദിച്ച് അവശരാക്കി അഴുക്കുചാലിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇത്തരം ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകിയവർ ഇന്ന് ഭരണസിരാ കേന്ദ്രങ്ങളിലടക്കം വിരാജിക്കുന്നുവെന്നറിയുമ്പോഴാണ് നമ്മുടെ പൗരാവകാശത്തിന് വേണ്ടി, നാടിൻ്റെ ഒരുമയ്ക്കും ഭരണഘടനയുടെ അന്തസ്സിനും വേണ്ടി വാദിച്ച ചെറുപ്പക്കാർ നേരിടുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴം വ്യക്തമാകുന്നത്. നീതിയുടെ വാതിലുകൾ തുറക്കപ്പെടാൻ അവരിനിയും എത്രനാൾ കാത്തിരിക്കേണ്ടി വരും?
മാധ്യമം പോഡ്കാസ്റ്റ്.